ഹലോ എല്ലാവർക്കും അസ്ലമുള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന LBS 2025-26 അധ്യയന വർഷത്തേക്കുള്ള BSc നഴ്സിംഗ് അതോടൊപ്പം പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. മെയ് 14 മുതൽ ജൂൺ 4 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് നിലവിൽ പറയുന്നുണ്ട്. നിലവിൽ ഇന്നലെ മുതൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ അയക്കുന്നത്, അതോടൊപ്പം എത്ര ഫീസാവും, ഓരോ കോളേജിൽ എത്ര ഫീസാവും, ഓരോ കോഴ്സിനും എത്ര ഫീസാവും, എത്ര കോഴ്സുകളുണ്ട് LBS വഴി ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുകയും ഇതുപോലത്തെ LBS അപ്ഡേറ്റ്സ് ഉടനെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിലവിൽ മെയ് 14 മുതൽ ജൂൺ 4 വരെയാണ് അപേക്ഷിക്കാൻ ഡേറ്റ് എന്ന് നിലവിൽ പറയുന്നുണ്ട്. അതിൽ 15 കോഴ്സുകളിലേക്കാണ് നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ കോഴ്സ് മുതൽ ആദ്യത്തെ കോഴ്സ് BSc നഴ്സിംഗ് ആണ്. പിന്നെ BSc MLT കോഴ്സ്, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജി, BSc ഒപ്റ്റോമെട്രി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, Bachelor of Occupational Therapy, Bachelor of Medical Imaging Technology, Bachelor of Radio Therapy Technology, Bachelor of Neurotechnology, BSc Nuclear Medicine Technology, Prosthesis and Orthotics Technology and BSc Medical Biochemistry. ഈ 15 കോഴ്സിലേക്കാണ് നിലവിൽ LBSൻ്റെ വെബ്സൈറ്റ് വഴി അയക്കാൻ സാധിക്കുന്നത്. നിലവിൽ കുറേ വിദ്യാർത്ഥികൾ ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കൂടെ അറിയട്ടെ. LBSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് കേരളത്തിലുള്ള ഈ മെഡിക്കൽ ഫീൽഡിലുള്ള അഡ്മിഷൻസ് നടക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് അറിയുക. ഈ കോഴ്സിലേക്കാണ് നിലവിൽ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അത് ജൂൺ 4 വരെയാണ് അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. അതോടൊപ്പം കുറേ വിദ്യാർത്ഥി സംശയമാണ് ഈ +2 റിസൾട്ട് വരാത്തത് കൊണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഈ LBSൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കണമെങ്കിൽ കുറേ ഡോക്യുമെൻറ്റ്സ് വേണം. റിസർവേഷൻ കാറ്റഗറി ആയാലും അല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കുറേ ഡോക്യുമെൻറ്റ്സ് എന്തായാലും വേണം. അപ്പം ഈ റിസൾട്ട് മേ ബി ഈ മാസം അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഓരോ വെബ്സൈറ്റിൽ പറയുന്നത്. അപ്പോൾ ഉടനെ റിസൾട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഈ LBSന് വേണ്ടിയുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. മറ്റ് ഓരോ റിസർവേഷൻ EWS ആയാലും മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും ഓരോ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇത്ര ഒരാഴ്ചയെങ്കിലും എടുക്കും അത് വരാൻ. അപ്പോൾ അതെല്ലാം തയ്യാറാക്കി വെച്ചാൽ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ഇപ്പോഴേ തന്നെ എടുത്തു വയ്ക്കുക. ഈ LBSൻ്റെ +2 റിസൾട്ട് വന്നതിന് ശേഷം ആ സമയത്ത് എടുക്കാതെ ഇപ്പോഴേ അതിൻ്റെ മറ്റ് റിസർവേഷൻ കാറ്റഗറി ആയാലും തുടങ്ങി EW സർട്ടിഫിക്കറ്റ് ആയാലും എല്ലാം നേരത്തെ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് ഒരുമിച്ച് പോയി അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് LBSൻ്റെ വെബ്സൈറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ സൈഡിൽ 3 ബാർ സെലക്ട് ചെയ്താൽ അതിൽ ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, സ്ട്രീറ്റ്, പ്ലേസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻ, മൊബൈൽ നമ്പർ, ആൾട്ടർനേറ്റ് ഫോൺ നമ്പർ, ഇമെയിൽ ID, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി എന്നിവയെല്ലാം അടിച്ചിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് എത്ര രൂപയാണ് ഫീസ് എന്ന് വെച്ചാൽ അത് ടോക്കൺ ഫീസ് അല്ല, ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിലിപ്പോൾ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥിയാണെങ്കിൽ 800 രൂപയും, അല്ലാതെ റിസർവേഷൻ കാറ്റഗറിയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ 400 രൂപയും, സർവീസ് കാൻഡിഡേറ്റ്സ് ആണ് 800 രൂപയാണ് നിലവിൽ പറയുന്നത്. അതിൽ 2 ഓപ്ഷൻസ് വരുന്നതാണ്. ഒന്നുകിൽ അത് GPay വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ മെത്തേഡ് വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ച് വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. GPay വഴി നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൺഫർമേഷൻ ഉടനെ തന്നെ വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് വഴി അടയ്ക്കുകയാണെങ്കിൽ അതിനൊരു 24 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം ബാങ്കിൽ ചെന്ന് അടച്ച ഫീസ് ക്രെഡിറ്റായി കൺഫർമേഷൻ കാണിക്കുക, എന്നാലേ നിങ്ങൾക്ക് ബാക്കി സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് നിങ്ങൾ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പ് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതാണ്. അതിൽ ആപ്ലിക്കേഷൻ നമ്പറിൽ നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ആപ്ലിക്കേഷൻ നമ്പരും അതായത് രജിസ്റ്റർ IDയും നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന ശേഷം അത് രണ്ടും മറന്നു പോകരുത്. ഈ ആപ്ലിക്കേഷനും ഈ പാസ്വേഡും കൂടെ വെച്ചാണ് നിങ്ങൾ പിന്നീടുള്ള എല്ലാ LBSൻ്റെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതായാലും കറപ്ഷൻ പീരീഡിൽ സമയത്ത് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഈ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ IDയും ഉപയോഗിച്ചാണ്. നിലവിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും. പ്രൊഫഷണലി അക്സെപ്റ്റഡ് എന്നോ പ്രൊഫഷണലി റിജക്റ്റഡോ എന്നെല്ലാം കാണിക്കും. അതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് അതിൽ തന്നെ കാണിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അതിന് കറപ്ഷൻ പീരീഡ് എന്ന് പറഞ്ഞ സമയം നൽകുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് തെറ്റുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് ഏത് ഡോക്യുമെൻറ്റ്സാണ് കറപ്ഷൻ എന്ന് വെച്ചാൽ ആ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ചെയ്യാനുള്ള സമയം വെബ്സൈറ്റ് തന്നെ തരുന്നതാണ്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥികളും പേടിക്കേണ്ട ആവശ്യമില്ല. ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, അതായത് കറപ്ഷൻ വന്നാൽ
നിങ്ങൾക്ക് മാറ്റാനുള്ള സമയം അവർ പിന്നീട് തരുന്നതാണ്. അതോടൊപ്പം എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് ഒന്നും പിന്നീട് മാറ്റാൻ സാധിക്കുന്നതല്ല. ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അല്ല, EWSൻ്റെയോ അതിൻ്റെയോ ഡേറ്റ് വാലിഡിറ്റി ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നീട് വാലിഡിറ്റി ചെയ്യുന്ന സമയത്ത് മാറ്റാൻ സാധിക്കുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നീട് കുറേ വിദ്യാർത്ഥി സംശയമാണ് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ സമയത്ത് വേണ്ടതെന്ന്. ഒന്ന്, SSLC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വരാത്തതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് നിലവിൽ ഇപ്പം വേണ്ട. പിന്നീട് നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ്. അത് 6 മാസത്തിന് മുമ്പിൽ എടുത്തൊരു ഫോട്ടോ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സൈൻ സ്കാൻ ചെയ്ത് അയക്കാനുള്ളതാണ്. അതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്റർ വഴി പോകുമ്പോൾ അവർ പറയും, അവിടെ വെച്ച് തന്നെ ചെയ്യുന്നതാണ്. പിന്നീട് നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് 10ലെ SSLC സർട്ടിഫിക്കറ്റ് മതി. പിന്നെ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. നോൺ സെറമണി സർട്ടിഫിക്കറ്റ് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഈ തുടങ്ങിയ ഡോക്യുമെൻറ്റ്സൊക്കെയാണ് നിങ്ങൾ നേരത്തെ എടുത്ത് വയ്ക്കേണ്ട. ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ എടുത്ത് വയ്ക്കേണ്ടത് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് വന്ന ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ മാർക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന പിന്നീടും കുറച്ച് സമയമെടുക്കും. പിന്നെ അപേക്ഷ കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ EWS ആയാലും മറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ചുകൂടെ ടൈം പോണതാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് എടുത്ത് കയ്യിൽ വയ്ക്കാൻ സാധിക്കുന്നതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ, അതായത് പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നീട് കുറേ വിദ്യാർത്ഥി സംശയമാണ് ഈ അപേക്ഷ സമയത്ത് തന്നെയാണ് കോളേജിലൂടെ ലിസ്റ്റ് വയ്ക്കുന്നത്. അതായത് കോളേജ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ലിസ്റ്റ് വയ്ക്കുന്ന കുറേ വിദ്യാർത്ഥി സംശയമുണ്ട്. നിലവിൽ ഈ സമയത്തല്ല നിങ്ങൾക്ക് കോളേജിലെ ലിസ്റ്റ് വയ്ക്കേണ്ടത്. നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ അയച്ച് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ആ വെരിഫിക്കേഷൻ എല്ലാം കറക്റ്റായതിനു ശേഷം നിങ്ങൾ അയച്ച ആപ്ലിക്കേഷന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ടൈമൊക്കെ കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് കോളേജ് വൈസുള്ള ലിസ്റ്റ് വയ്ക്കാറുണ്ട്. പിന്നീട് ഒരു സമയത്ത് വയ്ക്കേണ്ടത്, അതായത് ഏകദേശം ഓഗസ്റ്റൊക്കെ ആവും നിങ്ങൾ ഈ കോളേജിൻ്റെയൊക്കെ ലിസ്റ്റ് വയ്ക്കേണ്ട സമയത്ത്. അതിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളുണ്ട്, പ്രൈവറ്റ് കോളേജുകളുണ്ട്. LBSൻ്റെ വെബ്സൈറ്റ് വഴി അതിൽ നിങ്ങൾക്ക് ഈ BSc നേഴ്സിങ്ങിനും വയ്ക്കാം. പിന്നെ മറ്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സിനും വയ്ക്കാം. ഇഷ്ടമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാം ചെയ്യുന്നതാണ്. ഒരു കോഴ്സുകളും വയ്ക്കാൻ ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഇപ്പോഴല്ല, അതിന് കുറച്ച് ടൈം എടുക്കും. നിങ്ങളെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തതിന് ശേഷമാണ് ഈ കോഴ്സും വയ്ക്കേണ്ടത്. കുറേ വിദ്യാർത്ഥി സംശയമാണ്, കമൻറ്റായി ചോദിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. പിന്നീട് ഏജിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ 2024 ഡിസംബർ 31 മുൻപ് 17 വയസ്സായ വിദ്യാർത്ഥികളോട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അതായത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് LBSൻ്റെ നമ്പർ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട്, അവിടെ വിളിച്ച് തിരക്കാൻ സാധിക്കുന്നതാണ്. വെബ്സൈറ്റിൽ പ്രോസ്പെക്ടീസ് പറയുന്ന പ്രകാരം 2024 ഡിസംബർ 31 മുമ്പ് 17 വയസ്സായ വിദ്യാർത്ഥി മുതലാണ് അപേക്ഷ അയക്കാൻ സാധിക്കുന്നതെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു വിദ്യാർത്ഥി സംശയമുണ്ട്, PNC മാക്കിന് വെബ്സൈറ്റിനെ കുറിച്ചൊരു സംശയമുണ്ട്. PNC മാക്ക് FNCക്ക് CPASസും SMIT തുടങ്ങിയ വെബ്സൈറ്റിലെ അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോളേജ് അതിൽ വരുന്ന കോളേജൊക്കെല്ലാം LBSൽ തന്നെ വരുന്നുണ്ട്. അതിൽ 50% സീറ്റുകൾ LBSലും വരും. മറ്റ് സീറ്റ് അവരുടെ പ്രൈവറ്റ് സൈറ്റ് വഴിയാണ് നടക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ വെബ്സൈറ്റിലും ഒരുമിച്ച് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ LBSൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് PNC മാക്കിൻ്റെയോ CPASൻ്റെയോ മറ്റു സൈറ്റിലുമൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ LBSൻ്റെ മാത്രമേ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്, മറ്റുള്ള സൈറ്റ്സിൻ്റെ ഒന്നും വന്നിട്ടില്ല. അതോടൊപ്പം PNC മാക്ക് വഴി കിട്ടിയാലും FNC കൂടെ കിട്ടിയാലും നിങ്ങൾക്ക് ഡൊണേഷൻ ഒന്നും അടയ്ക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് നോർമൽ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ ഫീസ് തന്നെയാണ് വരുന്നതെന്ന് പറയുന്നത്. പിന്നീട് മെസ്സ്, ഹോസ്റ്റൽ തുടങ്ങി അതിന് മാത്രമേ സെപ്പറേറ്റ് എമൗണ്ട് വരുന്നത്. ബാക്കിയെല്ലാം എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനെല്ലാം ഫീസ് സെയിം ആയിരിക്കും. മറ്റ് ഫീസ് വേറെ വരുന്നുണ്ട്, അത് ഇത് കൂട്ടുന്നതല്ല. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അതറിയുക. പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചെയ്താൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷിക്കുന്ന ഡോക്യുമെൻ്റ് എല്ലാം തയ്യാറാക്കി വയ്ക്കുക. നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നിട്ട് അതും കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോയി അപേക്ഷിച്ച് ചെയ്താലും പിന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കൂടെ ആഡ് ചെയ്യുക. ആ സമയത്ത് ആഡ് ചെയ്താലും മതി. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതി. അതോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്റർ വഴി പോയി അപേക്ഷിക്കുന്നതിന് ഏറ്റവും ബെറ്റർ. കാരണം അവർക്ക് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് കാണും. നിങ്ങൾ മൊബൈൽ ഫോണിലോ ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ പാടാണ്. ഒരു ആപ്ലിക്കേഷൻ ഒരു വട്ടം അയക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ അപേക്ഷ അയച്ചാൽ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിച്ച് വെയിറ്റ് ചെയ്ത സമയമുണ്ട്. ജൂൺ 4 വരെയാണ് ടൈം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ ഡോക്യുമെൻ്റ് എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ അയച്ചാൽ മതി. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പയ്യെ എല്ലാ ഡോക്യുമെൻറ്റും ചെയ്ത്
വഴി അയച്ചാൽ മതി. പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതി. നിങ്ങളെ കൂട്ടുകാർക്കുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ LBS അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്